ഹലോ, അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ തലേന്ന് രാത്രിത്തെ വീഡിയോ ആണ്. അപ്പോൾ രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, വെളുപ്പിന് ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അതാണ് ഇത്ര വെളിച്ചം കുറവ്. അപ്പോൾ ഇരുട്ടാണ്, അന്നേരം പിന്നെ എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് കരുതി. അങ്ങനെ ഞാനും അച്ഛനോട് ഈ അത്തപ്പൂക്കളിടാനുള്ള പൂ പറിക്കുമായിരുന്നേ. അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാ കൊല്ലവും തലേന്ന് രാത്രിയല്ല, വെളുപ്പിനെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിട്ട് കിടന്നുറങ്ങും. അതാകുമ്പോൾ രാവിലെ നമുക്ക് കണി കാണുന്നത് കൂട്ടി എഴുതിയിട്ട് അത്തപ്പൂക്കളം കാണാമല്ലോ. രാവിലെ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ പ്രത്യേകിച്ച് സമയവും കിട്ടത്തില്ല. അന്നേരം പിന്നെ തലേന്ന് വെളുപ്പിനെ ഇട്ട് വെക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾ പൂ പറിക്കുവാണ്. അപ്പോൾ ചേട്ടൻ പൂ വാങ്ങി തന്നിട്ട് ചേട്ടൻ എസ്കേപ്പായി. ഞാനും അച്ഛനും കൂടി ഇരുന്ന് പൂ പറിച്ചു. പിന്നെ അപ്പോൾ എല്ലാവർക്കും പൊതുവേ പൂക്കൾ ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ പൂ പറിച്ചു വെക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ വാടാമുല്ലയായിരുന്നു. എന്തിനാണോ എന്തോ വാടാമുല്ല ഇത്രയും തോനെ വെച്ചത്. പൂക്കൾ ഓൺലൈനകത്ത് മഞ്ഞപ്പൂ കുറവായിരുന്നു, ഓറഞ്ച് തോനെ ഉണ്ടായിരുന്നു, വാടാമുല്ല ഒത്തിരി ഉണ്ടായിരുന്നു. അത് പറിക്കാനാണെങ്കിൽ ഭയങ്കര പാടുമായിരുന്നു. ഞാനും അച്ഛനും പിന്നെ ആദ്യമേ പാടുള്ളതങ്ങ് തീർത്ത് വെച്ച്. പിന്നെ അച്ഛൻ ഈ വെള്ളപ്പൂവൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അത് പറിക്കാൻ നല്ല സുഖമായിരുന്നു, കാരണം ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി, പെട്ടെന്ന് ഊരി വരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് പോയി. ആ സമയത്ത് അച്ഛനിരുന്ന് പൂ പറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നതാണ്, പക്ഷേ എന്താണ് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ഇച്ചിരി നേരം ആലോചിച്ചതിന് ശേഷമാണ് പഞ്ചസാര എടുക്കാമെന്നേന്ന് ഓർത്തത്. അപ്പം പഞ്ചസാര ഞങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അന്നേരം പിന്നെ സേഫായിട്ട് ഫ്രിഡ്ജ് ഇരിക്കുന്നതല്ലേ നല്ലത്, എടുക്കാനും എളുപ്പം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കവറിൽ തന്നെ കെട്ടി വെക്കും. അങ്ങനെ എന്തായാലും പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ ഞാൻ 2 ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ട്, കാരണം എനിക്ക് ചായ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഏലക്ക മസ്റ്റാണ്. കാരണം ആ ഏലക്കയുടെ ഒരു മണമൊക്കെ വരുമ്പോൾ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലപ്പോൾ ഞാനൊരു ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിടും. ഇന്നലെ പിന്നെ രാത്രി വെളുപ്പിനെ ആയതുകൊണ്ട് പിന്നെ ഇഞ്ചിയൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഏലക്കയും തേയിലയൊക്കെ ഇട്ടങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എപ്പോൾ അടുക്കളയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ഒന്നെങ്കിൽ കുട്ടും അല്ലെങ്കിൽ ലക്കികുമാർ ആരെങ്കിലും അടുക്കളയിൽ കാണും. അപ്പോൾ അതേ ലക്കിയാണ് ഇന്ന് രാവിലെ അടുക്കള വന്നിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ചായ ഇട്ടതല്ലേ, എന്നാൽ പിന്നെ ഇച്ചിരി ആഡംബരം ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് അലുവയൊക്കെ കട്ട് ചെയ്തു. പല കളർ അലുവയായിരുന്നു, അച്ഛൻ കടയിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇവന്മാർ 2 പേരും വന്നിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കുട്ടൂരെ ഞാനൊരു 56 വട്ടം കിടന്ന് വിളിച്ചു, അവൻ വന്നില്ല. അലുവ തരാടാന്ന് പറഞ്ഞതേ ഉള്ളൂ, അവൻ അപ്പോഴേ അവിടെ ഹാജരായി. അങ്ങനെ അവന്മാർക്ക് ഇച്ചിരിയൊക്കെ കൊടുത്തു. അവന്മാർക്ക് മധുരം തോനെ കൊടുക്കാറില്ല, പക്ഷേ മധുരം തീറ്റി ഈടായിട്ട് കൂടുതലാണ്, അതുകൊണ്ട് രോമം കൊഴിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ അത്തപ്പൂ ഇട്ട് തുടങ്ങി. അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ അതനുസരിച്ച് ഇടുന്നു. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം ഇടുന്നത്. അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒക്കെ പറയും, അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇടും. അപ്പോൾ കുട്ടു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുട്ടു അതിനകത്ത് ചാടിക്കളിങ്ങി വന്നപ്പോൾ അച്ഛൻ വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അതിനിടയ്ക്ക് ഈ ലക്കി ഓടി വന്ന് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെയും കൊണ്ടുപോയി. അച്ഛൻ പിന്നെ അവനെ കുറച്ച് നേരത്തേക്കൊന്ന് പൂട്ടിയിട്ടായിരുന്നു. അപ്പം കുട്ടുവിനെ പിന്നെയും വിശ്വസിക്കുക, അവനങ്ങനെ ചാടിയൊന്നും വരത്തില്ല. അവൻ അത്യാവശ്യം ഒരു ബുദ്ധി കഴിവൊക്കെ ഉണ്ട്, പക്ഷേ ലക്കി കുഞ്ഞായതുകൊണ്ട് അവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ ഓടി വന്ന് ഈ അത്തപ്പൂവിനകത്തോട് ഓടി കഴിഞ്ഞാൽ മൊത്തം ഇട്ടത് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. അങ്ങനെ ഇത് രാവിലത്തെ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളിട്ട അത്തക്കുളം. ഇതിനകത്ത് ലാസ്റ്റ് ഞങ്ങൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയായിരുന്നു, കാരണം മഞ്ഞപ്പൂ കുറവായിരുന്നു, ഓറഞ്ച് ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു വൃത്തം ആ ഒരു രീതിയിൽ വന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം അച്ഛൻ ബാക്കി ഇരുന്ന ഓറഞ്ച് പൂക്കെ എടുത്ത് ചുറ്റിനും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കിയെടുത്ത്. അപ്പോൾ ആദ്യത്തെ അത്തപ്പൂക്കളമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, രണ്ടാമതിട്ടതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.